ഒരു യുദ്ധത്തിനായി ബീഹാർ ഒരുങ്ങുകയാണ്. ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അധർമ്മത്തിൻ്റെ പ്രായോജകരായ NDA BJP എതിർപക്ഷത്തും നീതിധർമ്മത്തിൻ്റെ പക്ഷത്തു നിന്ന് രാഹുൽ ഗാന്ധി നയിക്കുന്ന ഇന്ത്യ സഖ്യവും കോൺഗ്രസും മറുപക്ഷത്തുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ബീഹാറിൻ്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞു രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ഓരോ വാക്കും ബീഹാറിൽ കൊടുങ്കാറ്റ് സൃഷ്ടിക്കുകയാണ്. വോട്ട് ചോരി ഉയർത്തിവിട്ട ചുഴലിക്കാറ്റ് രാജ്യമാകെ വീശിയടിച്ച് മോദിയുടെ അധികാര സിംഹാസനങ്ങളെ കടപുഴക്കിയ ഒരു കാലമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ബീഹാറിൻ്റെ മൺതരികളെ കോരിത്തെരിപ്പിച്ച് വോട്ടധികാർ യാത്ര നടത്തി കോളിളക്കം സൃഷ്ടിച്ച ആ പോരാളി 2 പത്രസമ്മേളനത്തിലൂടെയും മോദിയുടെ ഇടനെഞ്ചിൽ വെള്ളിടി തീർന്നു. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മോദിക്ക് വേണ്ടി വിടുവേല ചെയ്തതിൻ്റെ തെളിവുകൾ പുറത്തുവിട്ടപ്പോൾ രാജ്യം രാഹുൽ ഗാന്ധി എന്ന രക്ഷകനിൽ അഭയം കണ്ടു. രാഹുൽ ഗാന്ധിയാണ് രാജ്യത്തിൻ്റെ അടുത്ത പ്രധാനമന്ത്രി എന്നത് ഇന്ന് രാജ്യം അംഗീകരിച്ചു കഴിഞ്ഞു. അരങ്ങിലും അണിയറയിലും ഒരുപോലെ പ്രവർത്തിക്കുകയാണ് രാഹുൽ ഗാന്ധി, രാപ്പകലില്ലാതെ. തിരശ്ശീലയ്ക്ക് പിന്നിലിരുന്ന് നീതിധർമ്മത്തിനായി യുദ്ധതന്ത്രങ്ങൾ മെനഞ്ഞ യുദ്ധക്കളത്തിൽ അത് പ്രയോഗിച്ച് വിജിഗീഷുവിനെ പോലെ 146 കോടി വരുന്ന ജനത്തിൻ്റെ തേർ തെളിക്കാൻ പ്രാപ്തനായി രാഹുൽ ഗാന്ധി സംസ്ഥാനങ്ങളിൽ ഓരോന്നിലും ജയം മാത്രം ലക്ഷ്യം വെച്ച് നടത്തുന്ന സുപ്രധാന നീക്കങ്ങൾ കോൺഗ്രസിൻ്റെ വിജയം സുനിശ്ചിതമാക്കുകയാണ്. രാഷ്ട്രീയ പരീക്ഷണങ്ങളുടെ മണ്ണാണ് എന്നും ബീഹാർ. ജാതി രാഷ്ട്രീയത്തിൻ്റെ പോർവിളികൾ കൊടുമ്പിരി കൊള്ളുന്ന ബീഹാർ മണ്ണിൽ നിതീഷ് കുമാറിൻ്റെ JDU അടക്കമുള്ള പാർട്ടികൾ NDA സഖ്യത്തിന് വലിയ സ്വാധീനം ചെലുത്തി നിലനിൽക്കുന്നിടത്തോളം കാലം വലിയ പ്രതീക്ഷയാണ് മോദിയും സംഘവും വച്ച് പുലർത്തുന്നത്. എന്നാൽ അതിനെയൊക്കെ അമ്പേ തകർക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നീക്കം ബീഹാറിൽ പുതിയ രാഷ്ട്രീയ ഗദ്യമാറ്റത്തിന് വഴിവെക്കുകയാണ്. ബീഹാറിൽ ജനകീയ യുദ്ധം നവംബർ 6-നും 11-നുമാണ്. ജയപരാജയങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്നത് നവംബർ 14-നാണ്. അന്നറിയാം തകർന്നടിയുന്ന NDAയുടെ ദയനീയ അവസ്ഥ. കുതിച്ചു കയറുന്ന ഇന്ത്യ സഖ്യത്തിനെ നയിക്കുന്ന കോൺഗ്രസും കൂടെ തന്നെ രാഷ്ട്രീയ ജനതാദളും ഇന്ത്യൻ മുന്നണി എന്ന മഹാഗഠബന്ധൻ സഖ്യവും അതിലടങ്ങുന്ന മറ്റ് പാർട്ടികളും ചേരുന്നതോടെ ഒരു മഹാശക്തിയായി ഇന്ത്യ സഖ്യം ഉയരുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഇടപെടലിൽ കഴിഞ്ഞ 2 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും, അതായത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ലഭിച്ച കടന്നുകയറ്റം, അതും മറികടന്ന് ഇന്ത്യ മുന്നണി കുതിക്കും ബീഹാറിൽ എന്നതാണ് ഇപ്പോൾ ബീഹാറിൻ്റെ അവസ്ഥ തെളിയിക്കുന്നത്. കാരണം രാഹുൽ തൊടുത്തുവിട്ട വിവാദത്തിൻ്റെ അലയൊലികൾ ചെറുതല്ല രാജ്യത്ത് അലയൊടിച്ചത്. ഇത്രയും നാൾ ബീഹാറിൽ നിതീഷ് ജയിച്ച് മുഖ്യമന്ത്രിയായി BJP നിതീഷിന് താഴെ നിൽക്കുകയും ചെയ്യുന്ന സ്ഥിതിവിശേഷമായി. എന്നാൽ ഇപ്പോൾ BJP നിതീഷ് ചേരിയിൽ ഒരു അസാരസ്യം മുളപൊട്ടിക്കഴിഞ്ഞു. BJP നിതീഷിനെ വിശ്വാസത്തിലെടുക്കാത്ത അവസ്ഥയിലെത്തിക്കഴിഞ്ഞു. ദീർഘകാലം മുഖ്യമന്ത്രി കസേരയിലിരിക്കുന്ന നിതീഷ് കുമാറിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് ഊതിപ്പെരുപ്പിച്ച് JDU NDAയുടെ പതനം പൂർണ്ണമാക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. അതേതാണ്ട് പൂർണ്ണമായി കഴിയുകയും ചെയ്തു. അതുകൂടാതെ കേന്ദ്രമന്ത്രി ചിരാഗ് പാസ്വാന്റെ പാർട്ടിയായ LGP, പ്രശാന്ത് കിഷോറിൻ്റെ ജൻസൂരജ് പാർട്ടിയും ഇപ്പോൾ NDAയുമായി ഇടഞ്ഞാണ് നിൽക്കുന്നത്. അതും NDAയുടെ പരാജയം പൂർണ്ണമാക്കും എന്നാണ് തെളിയുന്നത്. രാഹുൽ ഗാന്ധിയോടൊപ്പം ബീഹാറിൽ ഗ്രാമാന്തരങ്ങളിലൂടെ വോട്ടധികാർ യാത്രയുടെ ഭാഗമായി തേജസ്വി യാദവ് ബീഹാറിൻ്റെ സാരഥ്യമേറ്റെടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. നിതീഷ് കുമാറിൻ്റെ അപ്രമാദിത്വത്തെ തകർത്തെറിഞ്ഞ് ബീഹാർ മുഖ്യമന്ത്രി കസേര തേജസ്വിക്കായി നീക്കിവെച്ച് കഴിഞ്ഞു ബീഹാർ ജനത. രാഹുൽ ഗാന്ധി ഉഴുതിളക്കി മറിച്ച മണ്ണിൽ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഉരുത്തിരിയുകയാണ്. 243 നിയമസഭാ മണ്ഡലങ്ങളിൽ അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 30-ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കും. അതോടെ യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന അവസ്ഥയിലേക്ക് ബീഹാർ മാറും. രാഹുൽ ഗാന്ധിയുടെ ലക്ഷ്യം ഇന്ത്യയുടെ മുക്തിയാണ്. വർഗീയ ചേരികളിൽ നിന്നും ജനാധിപത്യത്തെ കഴുത്ത് ഞെരിച്ച് കശാപ്പ് ചെയ്യുന്നവരിൽ നിന്നും ഭരണഘടനയെ അധിക്ഷേപിക്കുന്നവരിൽ നിന്നും ഇന്ത്യയെ ചേർത്തു പിടിക്കുക. NDA BJPയുടെ കിരാത ഭരണത്തിന് നാന്ദി കുറിച്ച് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി ഇന്ത്യയെ നയിക്കുന്ന ഒരു സുദിനം സംജാതമാക്കുക എന്ന ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധി ഈ യുദ്ധത്തിൽ സ്വീകരിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.